ഹായ് എവരിവൺ. കേരള PSC അഗ്രികൾച്ചർ ഓഫീസർ 2025 എക്സാംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അഗ്രി വിന്നേഴ്സിന്റെ ഭാഗമായിട്ട് ഇത് കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എക്സാംസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനകത്ത് കേരള PSC അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിന് വന്ന പ്ലാൻ ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ആ ഓരോ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഈ ഒരു അഗ്രികൾച്ചർ എക്സാം ഫുൾ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് പ്ലാൻ ബ്രീഡിങ്ങിന്റെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 11 ക്വസ്റ്റ്യൻ ആയിരുന്നു ജെനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിംഗ് എന്ന സബ്ജക്റ്റിൽ നിന്നും വന്നിരിക്കും. അതിൽ നിന്ന് ബാക്കി ഒരു 11ൽ 10 ക്വസ്റ്റ്യനും വളരെ ഈസി ആയി തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് കുറച്ച് ഡീപ്പർ ലെവലിലേക്ക് പോയി യൂഷ്വലി ഒരു അഗ്രികൾച്ചർ ഓഫീസറിൽ ചോദിക്കാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരെണ്ണം വന്നത്. ബാക്കി 10 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ഒരു UG സ്റ്റുഡന്റിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ അതിൽ ആദ്യമായിട്ട് ചോദിച്ച ചോദ്യമായിരുന്നു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പോൾ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മെന്റലിന്റെ ലോ ആണ്. അപ്പോൾ വളരെ +2 മുതൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. 2 alleles of each of the genes segregate independent of each other. യെസ്, അത് തന്നെയാണ് ആ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത നോക്കാം. ഇറ്റ് പ്രൊഡ്യൂസസ് 4 types of gametes in a dihybrid F1 in the ratio 1:1:1:1. യെസ്, അപ്പോൾ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് എന്തായിരുന്നു? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ് മാത്രം ഡിഫറൻസ് ഉള്ള 2 പ്ലാന്റ്സിനെ, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഐഡന്റിക്കൽ ആണ്, 2 ക്യാരക്ടേഴ്സ് മാത്രം ഡിഫറൻസ് വരുന്ന 2 പ്ലാന്റ്സിനെ ക്രോസ് ചെയ്ത് അതിൽ F1 ഓക്കെ ഡൈഹൈബ്രിഡ് F1 റേഷ്യോ ആണ് 1:1:1 തന്നിരിക്കുന്നത്. ഓക്കെ, അതും അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 1:1:1 ഇതിന്റെ ഗമേറ്റ്സിന്റെ ടൈപ്പ്. ഓക്കെ, ഫണ്ടിലുണ്ടാവുന്ന 4 ടൈപ്പ് ഗമേറ്റ്സ് ആണ് വരുന്നത്. ആ ഒരു 4 ടൈപ്പ് ഗമേറ്റ്സിനെ നമ്മൾ പുനെറ്റ് സ്ക്വയറിലോ റെപ്രസെന്റ് ചെയ്താണ് നമ്മൾ അടുത്ത ജനറേഷനിൽ ഉള്ള 2 സൈഡിലും റെപ്രസെന്റ് ചെയ്താണ് അടുത്ത ജനറേഷനിലെ പ്ലാന്റ്സിന്റെ കോമ്പിനേഷൻസ് എഴുതുക അല്ലെ. F1 നമ്മൾ സെൽഫ് ചെയ്യുകയാണ്. അപ്പൊ അതേ ഗമേറ്റ്സിന്റെ 2 സെറ്റിന്റെ കോമ്പിനേഷൻസ് വരുമ്പോഴാണ് F2 പ്ലാന്റ്സിന്റെ ഫിനോടൈപ്പ് ഒക്കെ നമ്മൾ +2 മുതൽ തന്നെ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഇറ്റ് ജനറേറ്റ്സ് ജനറ്റിക് വേരിയേഷൻ ആൻഡ് ന്യൂ ജീൻ കോമ്പിനേഷൻസ്. യെസ്, അപ്പോൾ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാരണമാണ് ജനറ്റിക് വേരിയേഷനും പുതിയ ജീൻ കോമ്പിനേഷൻസും ഉണ്ടാവും. അപ്പൊ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഭാഗമാണ്, ശരിയാണ്. അപ്പൊ അതിന്റെ കുറച്ചുകൂടി ഡെപ്തിൽ ഒരു സൈറ്റോളജി ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ സെല്ലിന്റെ ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ക്രോസിംഗ് ഓവർ ഒക്കെ നടക്കുന്നതും വേരിയേഷന്റെ റീസൺ ആണ്. അപ്പം അതിന്റെ ഡെപ്തിലുള്ള കാര്യങ്ങൾ അതാണ് സൈറ്റോളജിക്കൽ ലെവൽ. അപ്പോൾ മെന്റലിയൻ ജെനറ്റിക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ജെനറ്റിക് വേരിയേഷനും പിന്നെ അതുപോലെ ന്യൂ ജീൻ കോമ്പിനേഷൻസും ഈ പറഞ്ഞ ഗമേറ്റ്സിന്റെ ഇൻഡിപെൻഡന്റ് അലീൽസിന്റെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാരണമാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ശരിയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ഡിഫറെന്റ് ക്രോമോസോംസ് ഓൺലി ഷോ ഇൻഡിപെൻഡന്റ് സെഗ്രിഗേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒരു പല കൺസെപ്റ്റുകൾ മെന്റലിന്റെ സ്റ്റഡിയിൽ നിന്നുള്ള ഡീവിയേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് ഒരു ഡീവിയേഷൻ ആയിരുന്നു ലിങ്കേജ് എന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, ആ ഒരു ലിങ്കേജ് കൺസെപ്റ്റ് പ്രകാരം 2 ജീൻസ് ഒരുമിച്ച് ഇൻഹെറിറ്റ് ആവും എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതൊരു മെന്റൽ സ്റ്റഡി എന്നുള്ള ഡീവിയേഷനാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരുന്നത്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ഗ്രിഗർ ജോഹാൻ മെന്റലിന്റെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വെച്ചിട്ട് ഏതൊക്കെയാണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് മെന്റലിലെ ലോ വെച്ചിട്ട് തെറ്റാണ്. അതിനുശേഷം ലിങ്കേജ് ഒരു കൺസെപ്റ്റ് വന്നതിന് ശേഷമാണ് അങ്ങനെ ജീൻസ്, എല്ലാ ജീൻസും ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ആവില്ല, അതിനകത്ത് ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസും കാണും, അവര് ഒരുമിച്ച് ഇൻഹെറിറ്റ് ആവും അടുത്ത ജനറേഷനിലേക്ക് എന്നൊരു കൺസെപ്റ്റ് പിന്നീട് വന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഡി ഓപ്ഷൻ ആണ്. അപ്പൊ ഞാൻ ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ലിങ്ക്ഡ് ആയിട്ടും നോൺ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ്
അപ്പോൾ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ വിൽ ഇൻഹെറിറ്റ് ടുഗദർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇനാക്ടിവേഷൻ ഓഫ് എം ഫേസ് കൈനേസ് ഫോളോയിങ് ദ ഓൺസെറ്റ് ഓഫ് എം ഫേസ് ബിഗിൻസ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഒരു AO ലെവലിൽ അല്ലാതെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു JRF ലെവലിൽ ചോദിച്ചിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ AO ലെവലിൽ നമ്മളൊരു സെൽ സൈക്കിളിന്റെ റെഗുലേഷൻ പാർട്ടൊന്നും നമ്മൾ ഡെപ്തിൽ പോവാറില്ല. സെൽസ് സ്റ്റേജുകളും അതിനകത്തെ ഇവന്റ്സും ആണ് യൂഷ്വലി ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഡെപ്തിലേക്ക് പോയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽ സൈക്കിളിന്റെ ഓരോ സ്റ്റേജുകളും നിങ്ങൾക്കറിയാം. സെൽ സൈക്കിളിനകത്ത് നമുക്ക് എം ഫേസ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഫേസ് ഉണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഗ്യാപ് 1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ്, അങ്ങനെ ബാക്കി സെൽ സൈക്കിളിലെ ബാക്കി ഫേസുകളും ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനകത്ത് എം ഫേസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എം ഫേസിനകത്ത് തന്നെ ഓരോ സ്റ്റേജും ഇപ്പൊ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഫേസുകളുടെ നടക്കുന്ന കാര്യങ്ങളൊന്നും റിവേഴ്സിബിൾ അല്ല. ഓക്കെ, ഇപ്പൊ പ്രോഫേസിൽ നിന്നും മെറ്റാഫേസിലേക്ക് പോയ ഒരു സെല്ല് അത് ഒരിക്കലും ഒരു കണ്ടീഷൻ പ്രകാരവും നമുക്ക് തിരിച്ച് പ്രോഫേസിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഇല്ല. ഓക്കെ, ആ ഒരു സൈക്ലിക് വൺ ഡയറക്ഷണൽ നോൺ റിവേഴ്സിബിൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കുറെ ഒരു കെമിക്കൽ റിയാക്ഷൻസും കുറെ ബയോമോളിക്യൂൾസിന്റെയും കുറച്ച് റിയാക്ഷൻസ് കാരണമാണ്. ഓക്കെ, അതിന്റെ ജനറ്റിക് റെഗുലേഷൻ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് പ്ലേ ചെയ്യുന്ന ഒരു കെമിക്കൽ മോളിക്യൂൾ ആണ് സൈക്ലിൻസ്. അപ്പൊ സൈക്ലിൻസ് A, B അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്ലിൻസ് നമുക്ക് ഈ പറഞ്ഞ സെൽ സൈക്കിളിലെ റെഗുലേഷനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ എം ഫേസിന്റെ ഇനാക്ടിവേഷൻ ഓഫ് എം ഫേസ് കൈനേസ് ഫോളോയിങ് ദ ഓൺസെറ്റ് ഓഫ് എം ഫേസ് തുടങ്ങിയതിന് ശേഷം, ഓക്കെ, ഈ പറഞ്ഞ എം ഫേസ് കൈനേസിന്റെ ഇനാക്ടിവേഷനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റെപ്പ് തുടങ്ങുന്നത് എവിടെ വെച്ച്? ഓക്കെ, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്ലിൻ എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് കെമിക്കൽസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു എം ഫേസിന്റെ ഇനിസിയേഷന് ശേഷം വരുന്ന സൈക്ലിൻ B ടൈപ്പ് സൈക്ലിനാണ്. ലേറ്റർ ഫേസുകളിൽ സൈക്ലിൻ Aയും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം യുബിക്വിറ്റിനൈസേഷൻ റിയാക്ഷൻ, യുബിക്വിറ്റിൻ മോളിക്യൂൾസ് യുബിക്വിറ്റിനൈസേഷൻ റിയാക്ഷൻ വന്നിട്ടാണ് ഈ ഒരു CDK കൈനേസിൽ നിന്ന് ഈ ഒരു സൈക്ലിൻ B റിമൂവ് ചെയ്ത് മാറുന്നത്. അപ്പൊ യുബിക്വിറ്റിനൈസേഷൻ എന്നൊരു പ്രോസസ്സ് ആൻസർ ആയിട്ട് വന്നാലും നമുക്ക് ഏകദേശം ശരിയെന്ന് പറയേണ്ടി വരും. അപ്പോൾ സൈക്ലിനെ യുബിക്വിറ്റിനൈസേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ ഇനാക്ടിവേഷൻ നടക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, എം ഫേസ് കൈനേസിന്റെ ഇനാക്ടിവേഷൻ നടക്കുന്നത്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഫർദർ റീഡിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതിന്റെ സ്റ്റെപ്പുകൾ, ഓക്കെ, ജസ്റ്റ് ആ ഒരു റിയാക്ഷന്റെ സ്റ്റെപ്പുകൾ ഇവിടെ ഒരു 5 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, സ്പിൻഡിൽ കൈനേസ് ചെക്ക് പോയിന്റ് ഓഫ് ആവുന്നു, APCC ആക്ടിവേറ്റ് ആവുന്നു. ദെൻ സൈക്ലിൻ യുബിക്വിറ്റിനൈസ് ആവുന്നു. പറഞ്ഞില്ലേ, ഈ ഒരു സൈക്ലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീന്റെ യുബിക്വിറ്റിനൈസേഷൻ നടക്കുന്നു. ഓക്കെ, A ആദ്യം യുബിക്വിറ്റിനൈസ് ആവുന്നു, ദെൻ B യുബിക്വിറ്റിനൈസേഷൻ നടക്കുന്നു, ദെൻ ഡീഗ്രഡേഷൻ. ഓക്കെ, അങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മുടെ എം ഫേസിന്റെ കൈനേസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീഗ്രഡേഷൻ നടക്കുന്നു. അങ്ങനെയാണ് CDK1ന്റെ ആക്ടിവിറ്റി ഡ്രോപ്പ് ആവുന്നു, മൈറ്റോട്ടിക് സ്റ്റേജ് എക്സിറ്റ് ആയി പോകുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുന്ന ഹോൾ പ്രോസസ്സാണ് ഇത്. എന്ന് വെച്ചാൽ എം ഫേസിന്റെ മൊത്തത്തിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ ഒരു പ്രോഫേസിൽ നിന്ന് മെറ്റാഫേസിലോട്ട് പോകുന്ന പോലെ ആ ഒരു ഇനിഷ്യൽ ഫേസ് മാത്രമല്ല, ഫുൾ എം ഫേസിൽ നിന്ന് ഈ ഒരു 4th സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് എക്സിറ്റ് ആവുന്നു. ഓക്കെ, ദെൻ APC ചൂസ് ടു CDPK ആൻഡ് കംപ്ലീറ്റിംഗ് ദ സൈക്ലിൻ ക്ലിയറൻസ് ഇൻടു G1 ഫേസ്. G1 ഫേസ് എന്തായിരുന്നു? ഗ്യാപ് 1 ഫേസിലേക്ക് മൂവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്റെ ഡീറ്റെയിലില്, കാരണം ഇത്രയും കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ്ലി മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടി പറയുകയാണ്. CDK1ന്റെ അറ്റാച്ച് ആയിരിക്കുന്ന സൈക്ലിൻ B പ്രോട്ടീൻസിന് യുബിക്വിറ്റിനൈസേഷൻ റിയാക്ഷൻ നടക്കുകയും അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ നമ്മുടെ എം ഫേസ് കൈനേസ് ഇനാക്റ്റീവ് ആയി മാറും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യന്റെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് B ഓപ്ഷൻ ആണ്, സൈക്ലിൻ ഡിസ്ട്രക്ഷൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ആവും. 43rd ക്വസ്റ്റ്യൻ ആയിട്ടാണ് സബ്ജക്ട് കോഡ് 1 വന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, UV light causes mutations by
വിച്ച് ഓഫ് ദി ഫോളോയിങ് മെക്കാനിസംസ്. നമ്മള് നമ്മുടെ മ്യൂട്ടേഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിഫറെന്റ് മ്യൂട്ടാജൻസിനെ പറ്റി പറഞ്ഞു. അപ്പം അവരോരോരുത്തരും കോസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻസിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇതിനകത്ത് യു വി ലൈറ്റ് വളരെ കോമൺ ആയിട്ട് ഉള്ള ഒരു മ്യൂട്ടാജൻ ആണ്. അപ്പോൾ യു വി ലൈറ്റ് ഉണ്ടാക്കുന്ന മേജർ മ്യൂട്ടേഷൻ മെയിൻലി തൈമിൻ ഡൈമേഴ്സ് ആണ്. മെയിനായിട്ട് യു വി ലൈറ്റ് കാരണം ഉണ്ടാവുന്ന നമ്മുടെ ബേസുകളിലെ സ്ട്രക്ചറൽ ചേഞ്ച് കാരണം തൈമിൻ ഡൈമേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള റേഡിയേഷൻസ് വരുമ്പോഴാണ് നമുക്ക് അയണൈസേഷനും ഈ പറഞ്ഞ ഒരു DNA ബ്രേക്കും ഒക്കെ വരുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ്ങർ റേഡിയേഷൻസ് ആയിട്ടുള്ള അയണൈസിങ് റേഡിയേഷൻസ് വരുമ്പോഴാണ് ഡബിൾ സ്ട്രാൻഡ് ബ്രേക്സും എല്ലാം വരുന്നത്. ഓക്കെ, ഡീപ്യൂരിനേഷൻ നടക്കുന്നത് സിമ്പിൾ ഹൈഡ്രോളിസിസ് നടന്ന് ചേഞ്ച് ഹൈഡ്രോളിസിസ് മൂലമായിട്ടുണ്ടാകുന്ന ചേഞ്ചുകളാണ് ഡീപ്യൂരിനൈസേഷൻ റിസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡീപ്യൂരിനൈസേഷൻ കോസ് ചെയ്യുന്നത് ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് ആണ്. അപ്പം യു വി ലൈറ്റ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? യൂഷ്വലി തൈമിൻ ഡൈമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോർ സ്ട്രോങ്ങർ ആയിട്ടുള്ള അയണൈസിങ് റേഡിയേഷൻസ് കാരണമാണ് സിംഗിൾ സ്ട്രാൻഡ് ബ്രേക്സ് ഉണ്ടാവുന്നതെന്നും മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ആൻസർ വരുന്നത് എ ഓപ്ഷൻ ആണ്, ഇൻഡക്ഷൻ ഓഫ് തൈമിൻ ഡൈമേഴ്സ്. Then next question, characters governed by polygenes but showing discrete variations are called as. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? മെയിൻ ഒരു ടൈറ്റിൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ടൈറ്റിൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇപ്പോ എന്ന് വെച്ചാൽ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ക്യാരക്ടേഴ്സ് ഗവൺ ബൈ പോളിജീൻസ്. കൂടുതൽ ജീൻസ് കൺട്രോൾ ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചേനെ? ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് വിളിച്ചേനെ. ബട്ട് ഷോയിങ് ഡിസ്ക്രീറ്റ് വേരിയേഷൻസ്, അതാണ് ഇതിനകത്തെ പോയിന്റ്. അപ്പം ഡിസ്ക്രീറ്റ് വേരിയേഷൻ കാണിക്കുന്ന പോളിജീൻസ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിംഗിൾ ക്യാരക്ടറിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ക്വാസി ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? പോളിജീൻസ് അല്ലാതെ ഒരു വൺ ഓർ ഫ്യൂ ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ആ ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് വിളിച്ചിരുന്നു? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് വിളിച്ചിരുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ, മൾട്ടിപ്പിൾ ജീൻസ് കൺട്രോൾ ചെയ്യുന്നു. ഡിസ്ക്രീറ്റ് വേരിയേഷന്റെ കാരണം എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻ. ഓക്കെ, ഡിസ്ക്രീറ്റ് എക്സിബിറ്റ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻസ് കാണിക്കുന്നു. അതാണ് അപ്പം സി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്ന ക്വാസീവ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫിനോടൈപ്പിക് ഒപ്റ്റിമ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കാം. The selection in which a different phenotypic optima is selected for so that the population ultimately consists of two or more recognizable forms is called as. അപ്പോൾ ഒരു പോപ്പുലേഷനിനകത്ത് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നു. സെലക്ഷൻ ചെയ്ത് റിസൾട്ട് ആയിട്ട് എന്ത് കിട്ടി? ഒരു ഫിനോടൈപ്പിക് ഒപ്റ്റിമ. ഓക്കെ, ഡിഫറെന്റ് ഫിനോടൈപ്പിക് ഒപ്റ്റിമാസ് കിട്ടി. ഒന്നല്ല, ഡിഫറെന്റ് ഫിനോടൈപ്പിക് ഒപ്റ്റിമാസ് എന്ന് വെച്ചാൽ ഒരു പോപ്പുലേഷൻ സെലക്ഷൻ കഴിഞ്ഞപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് സെലക്ഷനെ എന്താണ് വിളിക്കുന്നത്? അപ്പൊ നമ്മൾ സെലക്ഷൻ പ്ലാന്റ് ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പാർട്ടില് ഹിസ്റ്ററിക്ക് ശേഷം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡ്സിന്റെ തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ പറയുന്നതാണ് ടൈപ്സ് ഓഫ് സെലക്ഷൻ. ആ ടൈപ്സ് ഓഫ് സെലക്ഷനകത്തുള്ള 4 സെലക്ഷൻ മെത്തേഡ്സ് ആണ് ഓപ്ഷൻ ആയിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ സെലക്ഷൻ അല്ലെ, ബാക്കി 3 അതിന്റെ ടൈപ്സ് ആണ്. സ്റ്റെബിലൈസ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. അപ്പൊ ഇവിടെ ഒരു ഡയറക്ഷൻ സ്റ്റെബിലൈസ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ ഒരു മീൻ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഒരു എക്സ്ട്രീമിനെ മാത്രം സെലക്ട് ചെയ്യാം. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ഒരു ഡിഫറെന്റ് ഫീനോടൈപ്പിക് ഒപ്റ്റിമാസിനെ നമുക്ക് ഒരു പോപ്പുലേഷനകത്ത് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ബി ഓപ്ഷൻ. ഡയറക്റ്റ് ഡെഫിനിഷനിൽ നിന്നാണ്. ഈ നേരത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡയറക്റ്റ് ഡെഫിനിഷനിൽ നിന്നാണ്. അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്നാൽ തന്നെ വളരെ ഡിസ്റ്റിങ് ആയിട്ടുള്ള 2 ഡിഫറെന്റ് പീക്സ് കണ്ടോ? ഓക്കെ, അതിനെയാണ് ഡിഫറെന്റ് ഫിനോടൈപ്പിക് ഒപ്റ്റിമ എന്നവിടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് അബൌട്ട് ഇൻബ്രീഡിംഗ്? അപ്പൊ ഇൻബ്രീഡിംഗ് നടന്നാൽ
എന്ത് സംഭവിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇൻബ്രീഡിങ് നമ്മൾ ക്രോസ് പോളിനേറ്റഡ് പ്ലാന്റ്സ് എല്ലാം പറഞ്ഞപ്പോൾ ഇൻബ്രെഡ്സ് ഡെവലപ്മെന്റും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻബ്രെഡ്സും മെയ്സിനകത്തേക്ക് ഡിഫറെന്റ് ഹൈബ്രിഡ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇൻബ്രെഡ്സിന്റെ 4 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻബ്രെഡ് ലൈൻസ് ഈൽഡ് മോർ ദാൻ ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് സെലക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇൻബ്രെഡ്സ് ഈൽഡ് മോർ ദാൻ ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസ് ആണോ? ഇൻബ്രെഡ്സ് സംഭവിക്കും, ഇൻബ്രീഡിംഗ് നടക്കുമ്പോൾ എന്താണ്? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. മെയിൻലി എന്ത് സംഭവിക്കും? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ സംഭവിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റിക്ക് കിട്ടുന്ന ഒരു ഈൽഡ് ഇവിടെ കിട്ടില്ല. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. റിസൾട്ട് ഇൻ ദ അപ്പിയറൻസ് ഓഫ് ലീതൽ ആൻഡ് സബ് ലീതൽ അലീൽസ്. യെസ്, ഇത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നമുക്ക് നമ്മൾ എക്സ്പ്രസ് ആവാതിരിക്കുക, ഹെട്രോസൈഗസ് കണ്ടീഷനിലൊക്കെ വരുമ്പോൾ എക്സ്പ്രസ് ആവാതിരിക്കുന്ന അലീൽസ് എക്സ്പ്രസ് ആവുകയും അത് ലീതലായിട്ടുള്ള ഇഫക്ട്സ് ഒക്കെ കാണിക്കാനുമുള്ള ചാൻസ് ഇൻബ്രീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ ഉണ്ട്. ഓക്കെ, അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഡിക്രീസ് ഇൻ ഹോമോസൈഗോസിറ്റി വിത്ത് ഇൻക്രീസ് ഇൻ വേരിയേഷൻ. നോ, എപ്പോഴാണ് ഹോമോസൈഗോസിറ്റി ഡിക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്, വിത്ത് ഇൻക്രീസ് ഇൻ വേരിയേഷൻ അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി റോങ് ആണ്, വളരെ റോങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഇൻക്രീസ്ഡ് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ആണോ? അല്ല. എപ്പോഴും നമുക്ക് ഒരു നല്ലൊരു പ്രോജനിയെ കിട്ടണമെങ്കിൽ രണ്ട് പേരൻസും തമ്മിൽ മോർ ഡിസ്റ്റൻസ് ഉള്ളതാണ്. ഒത്തിരി ഡിസ്റ്റൻസ് അല്ല ഞാൻ പറഞ്ഞത്, ഒരു സ്പീഷീസിന് പുറത്തോട്ട് പോകണമെന്നല്ല, പക്ഷെ ഒരു പോപ്പുലേഷനകത്ത് വേരിയേഷൻസ് കൂടുതലുള്ളവർ തമ്മിൽ മേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു നല്ല പ്രോജനിയെ കിട്ടാനുള്ള, വിഗറുള്ള ഒരു പ്രോജനിയെ കിട്ടാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് റോങ് ആണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ ഫസ്റ്റും സെക്കൻഡ് ശരിയാണ്, തേർഡ് മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്നത് സി ഓപ്ഷൻ ആണ്. ഓക്കെ, ഒൺലി 2 ഈസ് കറക്റ്റ് എന്നൊരു ഓപ്ഷൻ ആണ് വരുന്നത്. യെസ്, സി ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ റിസൾട്ട് ഇൻ ദ അപ്പിയറൻസ് ഓഫ് ലീതൽ ആൻഡ് സബ് ലീതൽ. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു, ഈ പറഞ്ഞ ഹിഡൻ ആയിട്ടുള്ള റെസസീവ് ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ആവുകയും അത് ലീതൽ ഇഫക്റ്റ് കാണിക്കാനും അല്ലെങ്കിൽ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് കാണാനുമുള്ള ചാൻസ് ഇൻബ്രീഡിങ്ങിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മാരേജ് ആണെങ്കിലും ഇപ്പോൾ ഒരു പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഡിഫറെന്റ് വെറൈറ്റീസോ അല്ലെങ്കിൽ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ളത് ചെയ്യുന്നു അത്രയും നല്ല റീകോമ്പിനേഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുകയാണ്. ഓക്കെ, അപ്പം ആൻസർ സി ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസൻസ് ഓഫ് ബി ലൈൻ ഇൻ എ ലൈൻ. ഒരു ഡയറക്റ്റ് ആയിട്ട് പല പ്രാവശ്യം ICRന്റെ എക്സാംസിനകത്തും എല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഡെഫിനേഷനിൽ നിന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. മെയ്സിനകത്തെ പോളൻ ഷെഡേഴ്സ്, ബി ലൈൻ ഇൻ എ ലൈൻ. ഈ ക്വസ്റ്റ്യൻ ഒന്നും ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതിലും ഡയറക്റ്റ് ആയി ബ്രീഡിങ്ങിലൊന്നും ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ, പോളൻ ഷെഡേഴ്സ്, ദെൻ റോഗ്, ഓഫ് ടൈപ്പ്, ഇതെല്ലാം നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ബ്രീഡിങ്ങിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതെല്ലാം കണ്ടാമിനൻസ് ഏതൊക്കെയാണ്, ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം മറ്റൊരു വെറൈറ്റി വരാം, റോഗ് അതൊന്നും അല്ലാത്ത ഒരു, പിന്നെ വീട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് പറയാം. അപ്പൊ റോഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്ലാന്റ് ഡീവിയേറ്റിംഗ് ഫ്രം ദി ഡിസൈർഡ് ക്രോപ്പ് വെറൈറ്റി. ഓക്കെ, ദെൻ ഓഫ് ടൈപ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫീനോടൈപ്പ് ഉള്ള പ്ലാന്റ്സ്. ഓക്കെ, അല്ലെ വോളണ്ടിയർ പ്ലാന്റ്സ് തന്നെ. ഇപ്പൊ കഴിഞ്ഞ ക്രോപ്പ് നമ്മൾ ചെയ്തു, അപ്പം അതിനകത്തെ പ്ലാന്റ്സ് അടുത്ത ക്രോപ്പ് നമ്മൾ സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടിട്ട ആ ഒരു ക്രോപ്പിൽ മുളച്ചു വന്നു. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഓഫ് ടൈപ്സ് എന്ന് പറയും. ഓക്കെ, റോഗ് എന്ന് പറയുന്നത് ആ ഒരു ക്രോപ്പ് വെറൈറ്റി അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജെയുടെ ഫീൽഡിൽ ഉമയുടെ പ്ലാന്റ്സ് വന്നു, അപ്പൊ അങ്ങനെ റോഗിങ് ചെയ്ത് നമ്മളൊരു എല്ലാ സീഡ് പ്രൊഡക്ഷൻ ഫീൽഡുകളിലും ചെയ്യുന്ന ഒരു പരിപാടിയാണ് റോഗിങ്, അല്ലെ? എന്ന് വെച്ചാൽ എന്താ, നമ്മള് ഇപ്പൊ പൗർണമി എന്ന് പറഞ്ഞൊരു വെറൈറ്റി കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനകത്ത് പൗർണമിയുടെ ക്യാരക്ടേഴ്സ് അല്ലാത്ത ഇപ്പൊ ഉമയുടെ ക്യാരക്ടർ ഉള്ള പ്ലാന്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിമൂവ് ചെയ്ത് ആ ഫീൽഡിൽ നിന്ന് കളയണം. ഓക്കെ, ഒരു പ്ലാന്റ് ബ്രീഡർ അത് ഫീൽഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. അതിനെയാണ് റോഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ സീഡിനകത്ത് മിക്സിങ് വരും. മനസ്സിലായില്ലേ? അപ്പൊ റോഗിങ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻ ആണ് ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷനകത്തൊക്കെ. ഓക്കെ, ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷനകത്തും വെറൈറ്റിയുടെ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രോസസ്സാണ് റോഗിങ്. പോളൻ ഷെഡേഴ്സ്, മെയ്സിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് മെയ്സ് വെച്ചായിരുന്നു നമ്മൾ ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. പോളൻ ഷെഡേഴ്സ്, ഓക്കെ, ആ പേര് വരുന്നത് തന്നെ ഫീമെയിൽ പാർട്ടിലേക്ക് മേളിൽ നിന്ന് മറ്റു ടാസിൽ നിന്ന് പോളൻസ് ഷെഡ് ആവുന്നു. അങ്ങനെ ഷെഡിങ് പോളൻസ് വരുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ പോളൻ ഷെഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ബി ലൈൻ, എ ലൈനിൽ ബി ലൈൻ ഉള്ളതാണ് എന്ത്,
നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? പോളൻ ഷെഡേഴ്സിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ ആൻസർ ബി ഓപ്ഷൻ ആണ്. Then next question, the breeding method which aims to enhance genetic yield potential by modifying individual traits to their predefined optimum levels. അപ്പോൾ ഒരു ഓൾറെഡി ഫിക്സ് ചെയ്ത അല്ലെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഓക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ സ്വഭാവങ്ങളെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈൽഡ് ലെവൽസിനെ കൊണ്ടുവരുന്ന ആ ഒരു ബ്രീഡിംഗ് മെത്തേഡിനെ എന്ത് പറയും? അപ്പൊ അതിനകത്ത് മീനിങ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ബ്രീഡിംഗ് പ്രോഗ്രാമിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു? എനിക്ക് വേണ്ടത് ഇത്ര ഇന്ന ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വെറൈറ്റി ആണ് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഏത് ടൈപ്പ് റിസൾട്ട് നമുക്ക് വേണം എന്നുള്ളത് ഫിക്സ് ചെയ്ത് അതിന്റെ ആ വേണ്ട ഒരു പ്ലാന്റിന്റെ എല്ലാ ക്യാരക്ടേഴ്സും നോക്കി ആ ക്യാരക്ടേഴ്സിലേക്ക് ഈൽഡും ബാക്കി ക്യാരക്ടറും എല്ലാം നോക്കി ആ ഒരു ക്യാരക്ടറിലേക്ക് ആ ഒരു പ്ലാന്റിന്റെ ഇംപ്രൂവ്മെന്റിനെ എത്തിക്കുന്ന ടൈപ്പ് ഓഫ് ബ്രീഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഡിയോടൈപ്പ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇഡിയോടൈപ്പ് ബ്രീഡിംഗ്. അപ്പൊ ഇത് ഡൊണാൾഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് മെയിൻലി ഇതിനെ ഈ ഒരു ഇഡിയോടൈപ്പ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. മെയിൻലി ചൈനയിലൊക്കെ റൈസിലൊക്കെ ഇഡിയോടൈപ്പ് ബ്രീഡിംഗ് ലാർജ് സ്കെയിലിൽ ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അപ്പൊ ആൻസർ ഡി ഓപ്ഷൻ ആണ്. കണ്ടോ, ഞാനിപ്പോ ഒരു പിക്ചർ ജസ്റ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് കണ്ടോ, ഇപ്പൊ ലാർജ് ഇയേഴ്സ് വിത്ത് മെനി ഫ്ലോറൻസ് വിത്ത് ഹൈ ലാർജ് ഗ്രെയിൻസ്, ദെൻ ഷോർട്ട് ഇറക്ട് ലീവ്സ്. കണ്ടോ, ആ ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്യാരക്ടേഴ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല ബ്രീഡിംഗ് ആക്ടിവിറ്റീസ് അതിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ സെലക്ഷൻ മെത്തേഡ്സ് എല്ലാം നമ്മൾ സെലക്ഷൻ എല്ലാം ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇഡിയോടൈപ്പ് ബ്രീഡിംഗ് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ആക്ടിവിറ്റീസ് ഓഫ് germplasm conservation in the correct order. ഓക്കെ, നമുക്ക് എത്ര സ്റ്റെപ്പ് തന്നിട്ടുണ്ട്? 6 സ്റ്റെപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. 6 സ്റ്റെപ്പിനകത്ത് കറക്റ്റ് ഓർഡറിൽ ഒരു ജേംപ്ലാസം കൺസർവേഷൻ ചെയ്യണമെങ്കിൽ ഏത് ഓർഡറിലാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനകത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും എല്ലാവരും ആദ്യത്തെ പാർട്ട് കറക്റ്റ് ആക്കും. എന്ന് വെച്ചാൽ എല്ലാവരും കളക്ഷൻ കഴിഞ്ഞിട്ടേ എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ആദ്യം നമ്മൾ ഒരു സ്ഥലത്ത് പോയി ആ ഒരു ജേംപ്ലാസം മെറ്റീരിയൽ കളക്ട് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 3 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ്. ഓക്കെ, കളക്ഷൻ ചെയ്തു. ദെൻ കളക്ട് ചെയ്തതിന് ശേഷം അടുത്തതാണ് ഈ കളക്ട് ചെയ്ത മെറ്റീരിയൽ. മേ ബി ഇപ്പൊ നിങ്ങളൊരു പ്രാക്ടിക്കലി ആലോചിച്ച് നോക്കിയാൽ കിട്ടാം, വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ പ്ലാന്റ് മെറ്റീരിയൽ കളക്ട് ചെയ്ത് വെച്ച് അതിനെ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ഇതിനെ ഉറപ്പിക്കണം? ഈ മെറ്റീരിയൽ സേഫ് ആയിട്ട് നമ്മൾ വെക്കണം, അല്ലെ? മെറ്റീരിയൽ നമ്മൾ സേഫ് ആയിട്ട് വെക്കണം. അപ്പോ അതിനെ ഒന്ന് സൂക്ഷിച്ചു വെക്കണമല്ലോ. യെസ്, അപ്പൊ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ കൺസർവേഷൻ ആണ് അതിന്റെ സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ അതിന്റെ വരുന്ന ഏതാ? 6th ഓപ്ഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഓപ്ഷൻ 1, 4. ഓക്കെ, എല്ലാത്തിനും 1, 4 തന്നെയാണ്. യെസ്, ഇതിനകത്ത് ഒരെണ്ണം ഒഴിച്ച് അപ്പൊ നമുക്ക് ഡി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഡി ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കി പിന്നെയും 3 ഓപ്ഷൻ നിൽക്കുകയാണ്. യെസ്, എയും സിയും ബിയും നിൽക്കുകയാണ്. അപ്പം ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പൊ കൺസർവേഷന് ശേഷം എന്ത്? ഓക്കെ, കൺസർവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കൺസർവ് ചെയ്ത് വെച്ചു, അതിനുശേഷമാണ് നമ്മൾ ഒരു ഇവാലുവേഷൻ പ്ലാൻ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് പഠിക്കാം, ഓരോ ക്രോപ്പിന് ഓരോ ഡിസ്ക്രിപ്റ്റേഴ്സ് ഒക്കെ കാണും. ആ ഡിസ്ക്രിപ്റ്റർ വെച്ച് ഇതിനകത്ത് ഏതിനെയൊക്കെ പഠിക്കണം എന്ന് നമ്മൾ ഒരു ഇവാലുവേഷൻ പ്ലാൻ ഉണ്ടാക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയാണ് അടുത്തത് ചെയ്യുന്നത്. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യെസ്, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യെസ്, ഇവിടെ ബി ഓപ്ഷൻ ഈ ക്വസ്റ്റിനകത്ത് വരുമ്പോൾ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. B3, യെസ്, കളക്ഷൻ, കൺസർവേഷൻ, യെസ്, ഇവാലുവേഷൻ. അപ്പോ ഇവാലുവേഷൻ കണ്ടു. അപ്പൊ 4th ബി ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇതിനകത്ത് ഈ ക്വസ്റ്റിന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ് വരിക. ദെൻ അതിനുശേഷമാണ് കാറ്റലോഗിങ് വരുന്നു. കാറ്റലോഗിങ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് 5th വൺ ഈസ് യൂട്ടിലൈസേഷൻ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് റിവേഴ്സിൽ ആലോചിച്ച് കഴിഞ്ഞാൽ യൂട്ടിലൈസേഷനും മൾട്ടിപ്ലിക്കേഷനും ഈ 2 സ്റ്റേജുകളും അവസാനേ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം.
ആകെ കൺഫ്യൂഷൻ വരാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളത് ഫോർത്തും സെക്കൻഡും തമ്മിലാണ്. ഫോർത്തും സെക്കൻഡും കാറ്റലോഗിങ് ആണോ ഇവാലുവേഷൻ ആണോ ചെയ്യുന്നത്. അപ്പൊ ഇവാലുവേറ്റ് ചെയ്താലല്ലേ ഇതിനെ കാറ്റലോഗ് ചെയ്ത് നമുക്ക് അതിനെ നോട്ട് ചെയ്ത് അതിന്റെ ക്യാരക്ടേഴ്സും ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാറ്റലോഗ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ് വരേണ്ടത്. യെസ്, ആൻസർ ബി ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോ ഒന്നുകൂടെ ഞാൻ എന്റെ ഓർഡർ ഒന്ന് പറയാം. കളക്ഷൻ, then conservation, then evaluation, then cataloging, then multiplication distribution, പിന്നെ അതിന്റെ യൂട്ടിലൈസേഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് എംബ്രിയോ കൾച്ചർ? എംബ്രിയോ കൾച്ചറിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? എംബ്രിയോ കൾച്ചർ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഒരു എൻഡോസ്പേമിന് ആ ഒരു ഡെവലപ്പിംഗ് എംബ്രിയോയെ എന്ത് ചെയ്യുക, നറിഷ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ നമ്മൾ ആ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇൻവിട്രോയിൽ കണ്ടീഷനിൽ എംബ്രിയോയെ ഡെവലപ്പ് ചെയ്ത് കൾച്ചർ ചെയ്ത് വളർത്തുന്നു, ഒരു പ്ലാന്റായി വളർത്തുന്നതിനെയാണ് എംബ്രിയോ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എന്തൊക്കെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. റിക്കവറി ഓഫ് ഹാപ്ലോയിഡ് പ്ലാന്റ്സ് ഫ്രം ഇന്റർ സ്പെസിഫിക് ക്രോസസ്. യെസ്, അപ്പോൾ ഹാപ്ലോയിഡ് പ്ലാന്റ്സ്, യൂഷ്വലി ഹാപ്ലോയിഡ്സിനകത്ത് ഈ പറഞ്ഞ പോലെ എൻഡോസ്പേമിന്റെ കാര്യത്തിലൊക്കെ പ്രോബ്ലംസ് വരാം. അപ്പോൾ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോസുകളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ എംബ്രിയോ ഡെവലപ്മെന്റ് നോർമൽ കണ്ടീഷനിൽ നടക്കാതെ വരാം. സോ നമുക്ക് അതിനെ സപ്ലിമെന്റ് ചെയ്ത് നമുക്ക് ഗ്രോത്ത് വളർത്തിക്കൊണ്ട് വരേണ്ടി വരും. സോ എംബ്രിയോ കൾച്ചർ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ദെൻ ഷോർട്ടനിങ് ഓഫ് ബ്രീഡിംഗ് സൈക്കിൾ. യെസ്, ഓഫ് കോഴ്സ് നമുക്ക് ഒരു എംബ്രിയോ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു സീഡ് ഫോർമേഷൻ നിങ്ങൾ ആലോചിക്കുക. ഒരു സീഡ് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് പിന്നീട് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ തന്നെ എംബ്രിയോ ഓക്കെ ആവും. അതിനുശേഷം സീഡ് ഫുള്ള് ഫോം ചെയ്ത് അത് ഫുള്ള് ഡ്രൈ ആയി ഒരു ഒപ്റ്റിമം ലെവലിലേക്ക് ഡ്രൈ ആയതിനു ശേഷമൊക്കെ അല്ലേ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും നേരം പോകുമ്പോഴും ഈ സീഡ് കംപ്ലീറ്റ് മെച്യൂരിറ്റിയിലേക്ക്, ഫിസിയോളജിക്കൽ മെച്യൂരിറ്റിയെ കഴിഞ്ഞ് ഹാർവെസ്റ്റിംഗ് മെച്യൂരിറ്റിയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ സമയം പോവുകയാണ് അല്ലെ. അപ്പോൾ നമുക്ക് എംബ്രിയോ കൾച്ചർ ചെയ്യാനുള്ള ടെക്നോളജി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഇതിനെ ഹാർവെസ്റ്റ് ചെയ്ത് തന്നെ എംബ്രിയോ എക്സ്ട്രാക്ട് ചെയ്ത് വളർത്തിക്കൂടെ? യെസ്, അപ്പം ബ്രീഡിംഗ് സൈക്കിൾ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡിംഗ് പ്രോഗ്രാം മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. ഒരു വലിയ ലാഗ് ഇല്ലാതെ തന്നെ ബ്രീഡിംഗ് സൈക്കിൾ, ആ ഒരു ക്രോപ്പിന്റെ ഡ്യൂറേഷനെ മേ ബി ഒരു 15 അല്ലെങ്കിൽ ഒരു 25% വരെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. സോ എംബ്രിയോ കൾച്ചർ, ഷോർട്ടനിങ് ഓഫ് ബ്രീഡിംഗ് സൈക്കിളും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ദെൻ അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷനെ പറ്റി ഒരു ധാരണ കിട്ടി. ഓൾ ദി അബോവ് ആണ് ഓപ്ഷൻ വരുന്നത് അല്ലെ. ആദ്യത്തെ രണ്ടെണ്ണവും ശരിയാണ്. ദെൻ ഓവർകമ്മിങ് ഡോർമൻസി, ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോ നമുക്ക് എൻഡോസ്പേമിന് കറക്റ്റ് ആയിട്ട് ന്യൂട്രിയൻ സപ്ലൈ ചെയ്യാത്തൊരു ഇഷ്യൂ വരാം. അതുപോലെ തന്നെ ഡോർമൻസി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോർമൻസി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സീഡ് കോട്ട് ഹാർഡായി, ഇപ്പൊ സ്കാരിഫിക്കേഷൻ ചെയ്യാനൊക്കെ ജെർമിനേറ്റ് ആവുള്ളൂ. അതൊന്നും ഇവിടെ വേണ്ട. നമ്മൾ എംബ്രിയോ കൾച്ചർ ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് സീഡിൽ നിന്നും എംബ്രിയോയെ ഡയറക്റ്റ് എടുത്ത് കൾച്ചർ ചെയ്ത് വളർത്താം. ബാക്കി ഈ ഒരു ഫിസിക്കലായിട്ടുള്ള ഈ ഒരു ഡോർമൻസിയോ കാര്യങ്ങളോ ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? അതിനകത്തുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാകുന്ന കെമിക്കൽ മോളിക്യൂൾസ് ഇതൊന്നും എംബ്രിയോ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. നമ്മൾ എംബ്രിയോ കൾച്ചർ വഴിയാണ് അതിനെ റീജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, സോ അപ്പൊ ഇതിനകത്ത് നമുക്ക് വരുന്നത് ഡി ഓപ്ഷൻ ആണ്. ഓൾ ദി എബോവ് ആണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ. എംബ്രിയോ കൾച്ചറിന് ഇതല്ലാതെയും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് ഇപ്പൊ പാത്തോജൻ ഫ്രീ, ഇപ്പൊ നമ്മുടെ സീഡ് ഇൻഫെക്റ്റഡ് ആയി, ഓക്കെ, സ്റ്റോറിംഗിൽ ഒരു സീഡിന്റെ എൻഡോസ്പേം ഇൻഫെക്റ്റഡ് ആയി, പക്ഷെ എംബ്രിയോയെ മാത്രം എക്സസൈസ് ചെയ്ത് നമുക്ക് പാത്തോജൻ ഫ്രീ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ എംബ്രിയോ ഡെവലപ്മെന്റ് സ്റ്റേജുകളെയൊക്കെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലും എംബ്രിയോ കൾച്ചർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് അത് എംബ്രിയോണിക് ഫിസിയോളജി സ്റ്റഡീസ് എല്ലാം നമുക്ക് ചെയ്യാം. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് എംബ്രിയോ കൾച്ചറിന്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത്രയും ആപ്ലിക്കേഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ്, ഓൾ ദി എബോവ്. Then next question, identify the incorrect statement with reference to maize seed production. Okay, protandry nature favors self pollination. Yes, first statement തന്നെ കണ്ടോ. ഇതിനകത്ത് പ്രോട്ടാൻഡ്രി എന്ന് പറഞ്ഞ കണ്ടീഷൻ, ആദ്യം ആന്തർ എന്ന് വെച്ചാൽ എന്താ? പ്രോട്ടാൻഡ്രി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ആന്തർ ഡെവലപ്പ് ചെയ്യും അല്ലേ, അതിനുശേഷം എന്ത് പറ്റും? അതിനുശേഷമാണ് ഫീമെയിൽ പാർട്ട് ഡെവലപ്പ് ചെയ്യും അല്ലെ. പ്രോട്ടാൻഡ്രി, പ്രോ. അപ്പൊ ആദ്യം ആൻഡ്രീഷ്യം ഡെവലപ്പ്. അപ്പം ആൻഡ്രീഷ്യം ആദ്യവും ഗൈനീഷ്യം പിന്നെയും ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ നടക്കുവോ? ഒരിക്കലും ഇല്ല. അപ്പം പ്രോട്ടാൻഡ്രി എന്ന് പറയുന്ന കണ്ടീഷൻ, പ്രോട്ടോആൻഡ്രി ആയിക്കോട്ടെ പ്രോട്ടോഗൈനി ആയിക്കോട്ടെ, മീസിന്റെ കാര്യം വിട്ട് ജനറലി പറയുമ്പോൾ
പ്രോട്ടാൻട്രി ആയിക്കോട്ടെ പ്രോട്ടോഗൈനി ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് മെക്കാനിസങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചത്? ക്രോസ് പോളിനേഷനെ ഫേവർ ചെയ്യുന്ന മെക്കാനിസങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ? സോ ദെൻ അപ്പൊ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ തെറ്റി. ഇത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് വരുന്ന ക്വസ്റ്റൻ ഒന്നും അല്ല, അപ്പോ ഓപ്ഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ഒന്നും അല്ല. സോ ദാറ്റ് മീൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പ്രോട്ടാൻട്രി ഫേവേഴ്സ് സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റി. പ്രോട്ടാൻട്രി ഫേവേഴ്സ് ക്രോസ് പോളിനേഷൻ ഇൻ മൈസ്. അപ്പോൾ എ ഓപ്ഷൻ തന്നെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതൊക്കെ നമുക്ക് സമയം കളയാതെ തന്നെ 100% ഷുവർ ആയിട്ട് തന്നെ ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന പാർട്ടുകളാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശരി. ദെൻ ബാക്കിയുടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. എന്തായാലും സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് ഉറപ്പാണ്. കോബ് സോർട്ടിംഗ് ഈസ് ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻ ടു മെയിൻറ്റെയിൻ ജനറ്റിക് പ്യൂരിറ്റി. കോബ് സോർട്ടിംഗ് നമ്മൾ നേരത്തെ ഞാൻ അവിടെ പറഞ്ഞില്ല, റോഗിങ്ങിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ജനറ്റിക് പ്യൂരിറ്റിയുടെ കാര്യം, അല്ലെങ്കിൽ സീഡ് മിക്സിംഗ് വരാതിരിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, റോഗിങ് ഫീൽഡ് ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ ക്വസ്റ്റിനിൽ പറഞ്ഞു. അതേപോലെ തന്നെ കോബ് സോർട്ടിംഗ്, കോബ്സിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനും ഒരു മിക്സിംഗ് വന്നിട്ടില്ല ഒന്നിലും എന്ന് ഉറപ്പിക്കാൻ കോബ്സിന്റെ എല്ലാം ക്വാളിറ്റി എൻഷുർ ചെയ്യുകയും എന്തിന് ഇമ്പോർട്ടന്റ് ആണ്? മെയ്സിനകത്ത് ജനറ്റിക് പ്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഷെഡിങ് ടാസിൽ ഈസ് എ ജനറ്റിക് കണ്ടാമിനന്റ്. യെസ്, പോളൻ വന്നിട്ട് ഇപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പോളൻ വന്നിട്ട് നമ്മുടെ കോബിൽ വീണ് കഴിഞ്ഞാൽ അവിടെ ക്രോസ് പോളിനേഷൻ നടക്കാം. അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മിസ്റ്റേക്സ് വരാം. അതല്ലാതെ ആ ഒരു പ്ലാന്റിന്റെ അല്ലാത്ത സീഡുകൾ സെറ്റ് ആവാം, ക്രോസ്ഡ് സീഡ്സ് സെറ്റ് ആവാം. സോ ഷെഡിങ് ടാസിൽ ഈസ് ഓൾവേസ് എ കണ്ടാമിനന്റ്. ഓക്കെ, ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ അതിന്റെ തന്നെ ടാസിലിൽ നിന്ന് വന്നിട്ട് അതിന്റെ തന്നെ കോബിൽ വീണാൽ അത് പ്രോബ്ലം അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന, ആ പ്രോസസ്സിനെ ഷെഡിങ് ടാസിൽ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്താണ്, ഏത് പ്രോസസ്സാണ് ചെയ്യുന്നത്? ഡി ടാസിൽ. ടാസിൽസ് നമ്മൾ റിമൂവ് ചെയ്ത് കളയും. യങ് സ്റ്റേജിൽ തന്നെ ടാസിൽസ് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, മെയ്സിനകത്ത് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാം അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, then next option, next statement, the effect of foreign pollen on the kernel color is in the same generation is known as Xenia effect. സീനിയ മെറ്റാസീനിയ ഇഫക്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സീനിയ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കേർണൽസിനകത്ത് വേരിയേറ്റഡ് കളേഴ്സ് ഉള്ള നമ്മുടെ മെയ്സിന്റെ കോബ് നിങ്ങൾ ഫീൽഡുകളിലൊക്കെ പോയി നോക്കുവാണെങ്കിൽ കാണാം, മാർക്കറ്റിലൊക്കെ കിട്ടുന്ന എല്ലാം യെല്ലോ കളർ തന്നെ ഇരിക്കും. അല്ലാതെ ഫീൽഡിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം പല കോബിനകത്തും കളർ ഡിഫറൻസുകൾ കാണും. ഓക്കെ, വയലറ്റ് കളർ, ബ്ലാക്ക്, വയലറ്റ്, ബ്രൗൺ, അങ്ങനെ പല കളേഴ്സിൽ ഒരു കോബിൽ തന്നെ കളർ ഡിഫറൻസ് കാണാം. അപ്പൊ ആ ഒരു ഒരേ ജനറേഷനിൽ തന്നെ ആ ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നത്, ഫോറിൻ പോളൻ കാരണം ആ ഇഫക്റ്റ് ഉണ്ടായാൽ അതിനെന്താ വിളിക്കുക? സീനിയ ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഈ പിക്ചറൊക്കെ നിങ്ങൾ പല പഠിക്കുന്നതിനിടയ്ക്ക് കണ്ടിട്ടുണ്ടാവും. ഇതിനെ എന്താണ് വിളിക്കുക? സീനിയ ഇഫക്റ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? വിത്ത് റെഫറൻസ് ടു മെയ്സ് സീഡ് പ്രൊഡക്ഷൻ, പ്രോട്ടാൻട്രി ഫേവേഴ്സ് ക്രോസ് പോളിനേഷൻ ആണ്, സെൽഫ് പോളിനേഷൻ അല്ല. സോ എ ഓപ്ഷൻ ആണ് ഇതിനകത്തെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. യെസ്, ദെൻ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സിൽ നിന്ന് പ്യൂർ ആയിട്ട് വന്നത്. 11 ക്വസ്റ്റ്യൻ. അതിനകത്ത് ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പോഴും പറയുന്നു, ഒരു മോളിക്കുലർ ലെവൽ റെഗുലേഷൻ ലെവൽ ഒരു കാര്യമാണ്. യൂഷ്വലി ഞാനും എന്റെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ ബാക്കി ഈ ഒരു നോർമൽ ഒരു എയോ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. ഓക്കെ, ബാക്കി 10 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ നോർമൽ ലെവൽ ഡിഫിക്കൽട്ടി ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.